അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹം ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ സയ്യിദുൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആല ഇംറാനിലെ 171 വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. രക്തസാക്ഷികളായ ആളുകളുടെ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വചനങ്ങളിലൂടെ നമ്മെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, ഫരിഹീന, അവർ സന്തുഷ്ടരായിക്കൊണ്ട് ഉള്ള അവസ്ഥയിലായിരിക്കും. ഫരിഹീന, അവർ സന്തോഷഭരിതരായ അവസ്ഥയിലായിരിക്കും. ബിമാ, ഒരു കാര്യത്തിൽ, ആതാഹുമുല്ലാഹു, അല്ലാഹു തആല അവർക്ക് നൽകിയ ഒന്നിൽ, മിൻ ഫളിഹി, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും അവർക്ക് അവൻ നൽകിയതിൽ അവർ സന്തോഷഭരിതരായിക്കൊണ്ടായിരിക്കും നിലകൊള്ളുന്നത്. വയസ്തബ്ശിറൂന, അവർ സന്തോഷമടയുകയും ചെയ്യും. ബില്ലദീന, ഒരു വിഭാഗം ആളുകളെ ഓർത്ത് അവർ സന്തോഷമടയുകയും ചെയ്യും. ലം യൽഹഖൂ ബിഹിം, അവർ അവരോടൊപ്പം എത്തിച്ചേർന്നിട്ടില്ല, വന്നു ചേർന്നിട്ടില്ല. ലം യൽഹഖൂ ബിഹിം, അവർ അവരോടൊപ്പം, അതായത് ഈ രക്തസാക്ഷികളോടൊപ്പം ആ ആളുകൾ വന്നു ചേർന്നിട്ടില്ല, എത്തിച്ചേർന്നിട്ടില്ല. മിൻ ഖൽഫിഹിം, അവരുടെ പിന്നാലെയാണവർ, അവർ ഇനി വരേണ്ടിയിരിക്കുന്നു, അവർ രക്തസാക്ഷികളായി തീർന്നിട്ടില്ല. എന്നാൽ അവരുടെ പുറകെ അവർ വരും. അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടുകയോ അവർ വിഷമിക്കുകയോ ചെയ്യുന്നവരല്ല. ഇപ്പം യുദ്ധം നടന്നു, കുറേ ആളുകൾ മരണപ്പെട്ടു, കുറേ ആളുകൾ മരണപ്പെട്ടില്ല. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. മരണപ്പെട്ടവർ സന്തോഷഭരിതരായി അള്ളാഹുവിൻ്റെ സവിധത്തിൽ, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് വേണ്ടതൊക്കെ നൽകിക്കൊണ്ട് കഴിയുകയാണ്. അവർ ആ അവസ്ഥയിൽ തങ്ങളോടൊപ്പം പോരാടിയിരുന്ന തങ്ങളുടെ ബന്ധസ്വന്തങ്ങളിലുള്ള ആളുകൾ, കൂട്ടുകാർ, തങ്ങളുടെ സമുദായത്തിലുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് അവർ സന്തോഷഭരിതരാകും. അവരും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളോടൊപ്പം വന്ന്
ചേരും. അപ്പം അവർക്കും ഭയപ്പെടാനൊന്നുമില്ല, വിഷമിക്കാനും ഒന്നുമില്ല എന്നുള്ള ഇതൊരു അത്ഭുതകരമായ ഒരു ചിന്താധാരയാണ്. നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെ ഒരുമിച്ച് കാണുന്നു, നാളെ നമ്മൾ ഒരുപക്ഷെ കാണില്ല. എത്ര അത്ഭുതകരമായ ഒരവസ്ഥ. ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഉണ്ട് എന്നും ഇതൊന്നും ആരും അങ്ങനെ ഇത് കണ്ടിട്ടില്ല. അല്ലാഹു തആല അവൻ്റെ സൃഷ്ടി വൈഭവത്താൽ മനുഷ്യരെന്ന് പറയുന്ന ഈ സൃഷ്ടിജാലങ്ങളെ, കോടാനുകോടി സൃഷ്ടികളെ ഇങ്ങനെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് അധ്യാപനങ്ങൾ നൽകി, അവർക്ക് ആത്മീയ ജ്ഞാനങ്ങൾ നൽകി, അവർക്ക് ദൃശ്യമല്ലാത്ത അദൃശ്യ ജ്ഞാനങ്ങളിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കി സംശുദ്ധമായ നല്ല ഒരു ജീവിതം ജീവിക്കുവാൻ ഉള്ള കരുക്കളൊക്കെ അവൻ ഒരുക്കി നമ്മുടെ മുമ്പിൽ തന്നിരിക്കുകയാണ്. അങ്ങനെ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രവാചകന്മാരെ ലക്ഷക്കണക്കിന് ഭൂമുഖത്തേക്ക് വിട്ട് മനുഷ്യരെ ഉത്ബോധനം ചെയ്യുന്നതിനായി. അപ്പോൾ അല്ലാഹു തആലയും അവൻ്റെ പ്രവാചകന്മാരും നൽകുന്ന ഈ അധ്യാപനങ്ങളിലൂടെ മാത്രമേ ഇതിൻ്റെ രഹസ്യങ്ങളുടെ, അവൻ തുറന്നുവിട്ട രഹസ്യങ്ങളുടെ ഉള്ളറകളിലെ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫരിഹീന ബിമാ അത്താഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അവൻ്റെ ഔദാര്യത്തിൽ നിന്നും അല്ലാഹു അവർക്ക് നൽകിയതിൽ അവർ സന്തോഷഭരിതരായിക്കൊണ്ട് വയസ്തബിശ്റൂന, എന്നിട്ട് അവർ സന്തോഷഭരിതരായി തീർന്നു, എന്നിട്ട് അവർ സന്തോഷം അടയുകയും ചെയ്യും. ബില്ലദീനെല്ലാം യൽഹഖൂബിഹിം, അവരോടൊപ്പം എത്തിച്ചേർന്നിട്ടില്ലാത്തവരെ ഓർത്ത് അവരും നാളെ നമ്മളോടൊപ്പം എത്തിച്ചേരും. മിൻ ഖൽഫിഹിം, അവരുടെ പുറകിലുണ്ട്. അപ്പോൾ എല്ലാവരോടും അല്ലാഹു തആല അവരല്ല ഖൗഫൻ, ഭയപ്പെടുന്നവരല്ല, അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല. ഇത് അല്ലാഹുവിൽ, അവൻ്റെ കൽപ്പനകളിൽ, അവനിലുള്ള വിശ്വാസത്തിൽ ഏർപ്പെട്ട ഒരു സംഘം ആളുകളുടെ അവസ്ഥാവിശേഷമാണ് ഈ പറയപ്പെട്ടത്. അവർക്കൊരു വിഷമവുമില്ല, അവർക്കൊരു ഭയവുമില്ല. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ അവർക്ക് ലക്ഷ്യമായിട്ടുള്ളൂ. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അവർ ബാറ്റിൽ ഫീൽഡിലാണ്, രണാങ്കണത്തിലാണ്, യുദ്ധരംഗത്താണ് അവർ. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, മാർട്ടിർഡം ഈസ് നോട്ട് ഓൺലി എ ബൂൺ ടു ദ സിൻസിയർ, നിഷ്കളങ്കരായവർക്ക് അല്ലാഹു തആല നൽകുന്ന ഒരു അനുഗ്രഹം മാത്രമല്ല ഈ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്, ബട്ട് ഇറ്റ് ഈസ് എ ഫാക്ട്. എന്നാൽ ഇതൊരു വസ്തുതയാണ്. ആസ് സ്റ്റേറ്റഡ് ഇൻ ദിസ് വേഴ്സ്, ഈ വചനത്തിൽ പ്രസ്താവിച്ച പ്രകാരം, ദാറ്റ് ഓൾ മാർട്ടിയേഴ്സ് വുഡ് ഹാവ് വിഷ്ഡ്, എല്ലാ രക്തസാക്ഷികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദാറ്റ് ദെയർ മുസ്ലിം കോംറേഡ്സ്, തങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കൾ, ഓർ ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഓർ ബോത്ത്, അല്ലെങ്കിൽ തൻ്റെ മുസ്ലിം സുഹൃത്തുക്കളും തങ്ങളുടെ കുടുംബാംഗങ്ങളും, ബോത്ത് ടു ഹാവ് ടേസ്റ്റഡ് ഡെത്ത്, അവർ ഈ മരണത്തെ രുചിച്ചിരുന്നുവെങ്കിൽ, വൈൽ വേജിങ് വാർ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ, രണാങ്കണത്തിലായിരിക്കെ അവർ മരണപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ഈ രക്തസാക്ഷികൾ ആഗ്രഹിക്കും. തങ്ങളുടെ സുഹൃത്തുക്കൾ, ഇപ്പം നമ്മളെല്ലാവരും കൂടി യുദ്ധത്തിന് പോയി എന്ന് സങ്കല്പിക്കുക. അതിൽ നമ്മളിൽ ഒരാൾ മരിച്ചാൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണ്? തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും തൻ്റെ കുടുംബാംഗങ്ങളും ഇതുപോലെ രക്തസാക്ഷിത്വം വഹിച്ച് വന്നിരുന്നു എങ്കിൽ അവർ ആഗ്രഹിക്കുന്നതാണ് മരണാനന്തരം. കാരണം അവർക്ക് കിട്ടിയ പദവി അത്രത്തോളം മഹത്വപൂർണമായ പദവി, ഫളൽ അല്ലാഹു തആല അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഈ മരണം എന്ന് പറയുന്ന സംഭവം അരങ്ങേറി കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം അവർക്ക് ലഭിക്കുന്ന അത്യുന്നതമായ ബഹുമതി. അതിന് ഈ ലോകത്ത് നമ്മൾ പോരാളികളായിരിക്കണം.
ധർമ്മസമരത്തിൽ പോരാടിക്കൊണ്ടിരിക്കണം. ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളണം. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി നിലകൊള്ളണം. അതിന് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ആ ധർമ്മസമരം. അപ്പോൾ അവരാഗ്രഹിക്കുന്ന എന്താ? തങ്ങളുടെ മുസ്ലിം കോംറേഡ്സ് ഓർ ഫാമിലി മെമ്പേഴ്സ്, തങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളും അല്ലെങ്കിൽ തൻ്റെ കുടുംബാംഗങ്ങളും ഓർ ബോത്ത്, അല്ലെങ്കിൽ അവരെല്ലാവരും ടു ഹാവ് ടേസ്റ്റഡ് ഡെത്ത് വൈൽ വേജിങ് വാർ. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർ മരണപ്പെട്ടിരുന്നു എങ്കിലെന്ന് ഈ മരണപ്പെട്ടവർ രക്തസാക്ഷികൾ ആഗ്രഹിക്കും. വാർ ഫോർ ദ കാസ് ഓഫ് അല്ലാഹ്, അല്ലാഹു തആലയുടെ മാർഗത്തിലുള്ള ഈ പോരാട്ടത്തിൽ. ഈ പോരാട്ടമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നു ഭൗതികമായ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയാണ്. അല്ലാഹു തആല അവൻ്റെ പ്രവാചകനിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിനും ഈ ഇടത്തിലേക്ക് എത്തിച്ചേർന്നതിന് റിവാർഡ് നൽകുമെന്ന്. നമ്മൾ ഈ ലോകത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും കാണുന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് നമ്മുടെ അറിവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അവൻ്റെ ഭവനത്തിലേക്ക് എത്തുമ്പോൾ, നമ്മൾ ഏതൊരു ഭവനത്തിലേക്ക് എത്തുന്നോ ആ ഭവനത്തിലെത്തുമ്പോൾ അതിഥികളായി എത്തുന്നവർക്ക് നമ്മൾ മാന്യത ഉള്ളവരാണെങ്കിൽ അല്പം വെള്ളം, ആഹാരം, ഇരിക്കാനുള്ള സൗകര്യം, അങ്ങനെ അവരുമായിട്ട് നല്ല അഭിമുഖ സംഭാഷണം നടത്തി സന്തോഷഭരിതരായി യാത്ര പറഞ്ഞായിരിക്കും പിരിയുന്നത്. ഇതുപോലെ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ വരികയാണ് ഗസ്റ്റുകളായിട്ട്. അല്ലാഹു തആല അവൻ്റെ മലായിക്കത്തുകളും നമ്മെ സ്വീകരിക്കുവാനുണ്ട്. നമ്മൾ ഗസ്റ്റുകളായിട്ട് എത്തിയവരാണ്. നമുക്ക് വേണ്ടുന്നത് എന്താണോ അതെല്ലാം നൽകുന്നതിന് പര്യാപ്തമായ ഒരിടത്തിലാണ് നമ്മൾ എത്തുന്നത് എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കില്ല. നമ്മൾ എത്തേണ്ടടുത്ത് എത്തുക തന്നെ ചെയ്യും. കാരണം അതിൻ്റെ റിവാർഡ്, അതിൻ്റെ പ്രതിഫലം അത്രത്തോളമാണ്. ഓരോ സ്റ്റെപ്പിനും അവൻ വെച്ചിരിക്കുന്നു. ഇവിടെ വന്ന് നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇതൊരു പോരാട്ടമാണ്. 5 നേര നമസ്കാരം, ബാങ്കുവിളി, ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊന്നും നിസ്സാരമായ പ്രവർത്തനങ്ങളല്ല. മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന അവൻ രണാങ്കണത്തിലാണ്. അങ്ങനെയുള്ളവർ യുദ്ധക്കളത്തിലാണ്. അതങ്ങനെ പോരാടി വിജയിക്കേണ്ടതാണ് ഈ ധർമ്മസമരത്തിൽ. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഓർ സിംപ്ലി വൈൽ പ്രീച്ചിങ് ദ വേർഡ്സ് ഓഫ് അല്ലാഹ് ടു അതേഴ്സ്. അല്ലെങ്കിൽ അള്ളാൻ്റെ ഈ വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു, നിങ്ങളെ അവഗണിച്ചു, നിങ്ങളെ തള്ളിക്കളഞ്ഞു. അപ്പോൾ നിങ്ങൾ പോരാടുകയാണ് അവരോട്. എന്താണ്? അള്ളാൻ്റെ കൽപ്പന ഇന്നതുപോലാണ്, അത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ ഉടനെ അവരെന്ത് ചെയ്യും? പറക്കി കെട്ടിക്കും. ഇതായിരിക്കും അവർ പറയുന്നത്. അല്ലെങ്കിൽ സാമൂഹ്യ ബഹിഷ്കരണം, അല്ലെങ്കിൽ കുടുംബ ബന്ധവിച്ഛേദം. അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുവാണെങ്കിലോ വളരെ സന്തോഷം. പക്ഷേ യുദ്ധം ചെയ്യുമ്പോൾ ഇതൊന്നും പറ്റത്തില്ല. അവൻ ധർമ്മത്തിന് വേണ്ടിയേ നിലകൊള്ളാൻ പറ്റുകയുള്ളൂ. ബട്ട് ആസ് അല്ലാഹ് ഹാസ് സോ വിഷ്ഡ്, അല്ലാഹു തആല ആഗ്രഹിക്കുന്നത് എന്താണ്? ഫോർ ദം, അതിൽ കുറച്ച് ആളുകൾ മരിക്കാതെ വന്നല്ലോ, ടു റിമെയിൻ എലൈവ്, അവർ ജീവനോടെ നിലനിൽക്കണം. ഇവിടെ കുറച്ച് ആളുകൾ മരിച്ചു, ബാക്കി ആളുകൾ ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ദർ ഈസ് നോ ഡൗട്ട്, ഒരു സംശയവുമില്ല, ഇൻ ദീസ് മാർട്ടിയേഴ്സ് ഇന്നർ സീക്രട്സ്, ഈ രക്തസാക്ഷികളുടെ ആന്തരികമായ രഹസ്യങ്ങൾ, ദാറ്റ് ദോസ് സിൻസിയർ ഇൻ ദ ബാറ്റിൽ ഫീൽഡ്, രണാങ്കണത്തിൽ നിഷ്കളങ്കതയോടെ ആത്മാർത്ഥതയോടെ പോരാടിയവർ, വിച്ച് ആൾസോ ക്യാൻ ബി റെഫേർഡ് ആസ് ഡെഡിക്കേഷൻ ഫോർ ദ കാസ് ഓഫ് അല്ലാഹ്. ഇതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, യുദ്ധക്കളത്തിൽ ഉറച്ചു നിന്നു എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ ഫോർ ദ കാസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സകലതും അർപ്പിച്ച് നിലകൊള്ളുന്ന ആളുകളൊക്കെ രക്തസാക്ഷികളുടെ അവസ്ഥയിലാണ്. വാളെടുത്ത് യുദ്ധം ചെയ്ത് മരിക്കുക എന്നതിനപ്പുറത്ത് അതിൽ ഉറച്ചു നിന്ന് ജീവിതം സമർപ്പിക്കുന്നവരും, വിച്ച് ആൾസോ ക്യാൻ ബി റെഫേർഡ്, ഇത് നമുക്ക് സൂചന നൽകുന്നത് ആസ് ഡെഡിക്കേഷൻ ഫോർ ദ കാസ് ഓഫ് അല്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള അതിശക്തമായ നിലനിൽപ്പാണ്. ഷാൽ ഇന്നവിറ്റബിളി ജോയിൻ ദം
അങ്ങനെ നിലകൊള്ളുന്നവർ തീർച്ചയായിട്ടും അവരോടൊപ്പം ചേരുമെന്നും ഫോർ ദേ ആൾസോ വൈൽ നോട്ട് ബീങ് മെയ്ഡ് ഫിസിക്കലി മാർട്ടിയർ യെറ്റ്, ഇതുവരെയും ശാരീരികമായിട്ട് അവർ രക്തസാക്ഷിത്വം വഹിച്ചിട്ടില്ല എങ്കിലും ബട്ട് ദെയർ കണ്ടീഷൻ ആസ് മുസ്ലിംസ്, എന്നാൽ മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ അവരുടെ അവസ്ഥ കമ്പാറ്റേഴ്സ് ഫോർ ദ സേക്ക് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവമാർഗത്തിലുള്ള പോരാളികളാണ്. രണാങ്കണത്തിൽ നമ്മൾ നിന്ന് അടരാടി ശരീരത്തെ മുറിവേറ്റു മരണപ്പെടുന്നതിനപ്പുറത്ത് ദൈനംദിന ജീവിതത്തിലുള്ള പോരാട്ടത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ ആയിരിക്കണമെന്നും ആൻഡ് ദ ബിലവഡ് സെർവൻസ് ഓഫ് അള്ളാഹ്, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സ്നേഹനിധികളായ ദാസന്മാർ ഹാസ് ആൾറെഡി മെയ്ഡ് ദം മാർട്ടിയേഴ്സ്, അവരവരുടെ ജീവിതം രക്തസാക്ഷിത്വത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ജീവിതം മുഴുവൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ അവർ സമർപ്പിച്ചിരിക്കുകയാണ്. ഇൻ ദെയർ ഓൺ റൈറ്റ്സ് ഫോർ ദേ ഹാവ് ബീൻ സിവിയർലി പെർസിക്യൂട്ടഡ്, അവരെ വളരെ കഠിനമായിട്ട് പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെട്ടത് ബൈ ദർ എനിമീസ് ഒൺലി ഫോർ ദ സേക്ക് ഓഫ് അള്ളാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ അവർ ഉറച്ചു നിന്നതുകൊണ്ടാണ്. അവരെ സാമൂഹ്യ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുന്നതിന്, ബുദ്ധിമുട്ടിക്കുന്നതിന്, കഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കുറേ ആളുകൾ നിങ്ങളെ ഒഴിവാക്കും. ഉറച്ചു നിൽക്കുകയല്ല എങ്കിൽ നിങ്ങൾക്ക് അവരുടെ സ്നേഹമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മുടെ രക്തസാക്ഷികളുടെ പദവി നൽകി വളരെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുമെന്നുള്ള വചനമാണ്. ഫരിഹീന ബിമാ അതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും അവർക്ക് അള്ളാഹു നൽകിയതിൽ അവർ സന്തുഷ്ടരായിക്കൊണ്ട് വയസ്തബിശിറൂന, അവർ സന്തോഷഭരിതരായി നിലകൊള്ളും. ബില്ലദീന ലം യഹ്കൂ ബിഹിം, അവരോടൊപ്പം ചേർന്നിട്ടില്ലാത്ത ആളുകളും അവരുടെ പുറകിലുണ്ട്. അവർ ഈ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും ഭയപ്പെടാനും ദുഃഖിക്കാനും ഒന്നുമില്ല എന്നുള്ള സന്തോഷ വാർത്തയാണ് നൽകുന്നത്. അപ്പോൾ ഈ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ മക്കളെ ഓർത്തോ, കുടുംബത്തെ ഓർത്തോ, സമൂഹത്തെ ഓർത്തോ ഒന്നും നമുക്ക്, അവരും ഇതുപോലെ പോരാടി എൻ്റെ അടുത്തേക്ക്, നമ്മുടെ സവിധത്തിലേക്ക് അല്ലാഹു തആല എത്തിക്കും. അപ്പോൾ അവരോടൊപ്പം നമുക്ക് ചേരാം. നമ്മുടെ കൂടെ ഇപ്പോഴും വന്നില്ല എങ്കിലും നാളെ അവർ നമ്മളോടൊപ്പം വരും എന്നുള്ള പ്രത്യാശ വെച്ച് പുലർത്തിക്കൊണ്ട് അവർ സ്വർഗവാസികളായി നിലകൊള്ളുന്നതാണ്. അത്തരത്തിലുള്ള മഹോന്നതമായ സ്ഥാനത്തേക്കാണ് രക്തസാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ ജീവൻ തന്നെ സമർപ്പിക്കാൻ തയ്യാറായ. അത് പോരാട്ടം നടക്കുന്നില്ല എങ്കിലും ദൈനംദിന പോരാട്ടമുണ്ട്, ഡേ ആൻഡ് നൈറ്റ്. ആ പോരാട്ടത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ നമ്മൾ പിന്മാറിപ്പോകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുക. അപ്പോൾ ഈ പോരാട്ടത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആര് പോരാടുന്നുവോ അവർക്ക് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും രക്തസാക്ഷികളുടെ പദവിയിലേക്ക് അല്ലാഹു തആല അവരെ ഉയർത്തുക തന്നെ ചെയ്യും. ദസ് ദ മാർട്ടിയേഴ്സ് കണ്ടീഷൻ, അങ്ങനെ ഈ രക്തസാക്ഷികളുടെ അവസ്ഥ ഈസ് ഓഫ് എക്സ്ട്രീം ജോയ്, അങ്ങേയറ്റത്തെ സന്തോഷത്തിലായിരിക്കും. ആൻഡ് ദേ വുഡ് വിഷ്, ഈ രക്തസാക്ഷികൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ദാറ്റ് ദീസ് അതർ പീപ്പിൾ ആൾസോ ടു ഹാവ് റിജോയ്സ്ഡ് ഇൻ, തങ്ങളോടൊപ്പമുള്ള മറ്റാളുകളും ഇത് കിട്ടി അവർ സന്തോഷിക്കണമെന്നുള്ള ആഗ്രഹമാണ് അവർക്ക് യഥാർത്ഥ നിഷ്കളങ്കരായ സത്യവിശ്വാസികൾക്ക് തങ്ങളുടെ സഹോദരങ്ങളും അപ്രകാരമായി അള്ളാഹുവിൻ്റെ പക്കൽ വളരെ വലിയ പ്രീതി കരസ്ഥമാക്കുന്നവരായി തീരണമെന്നുള്ള ആഗ്രഹം അതിയായിട്ടുള്ളവരായിരിക്കും. ആൻഡ് ദേ വുഡ് വിഷ് ദാറ്റ് ദീസ് അതർ പീപ്പിൾ ആൾസോ ടു ഹാവ് റിജോയ്സ്ഡ് ഇൻ വാട്ട് അല്ലാഹ് ഹാസ് പ്രൊവൈഡഡ് ദം. അള്ളാഹു തആല ഇപ്പോൾ അവർക്ക് നൽകിയിരിക്കുന്നത് ആഫ്റ്റർ ദെയർ മാർട്ടിയർഡം, അവരുടെ ഈ രക്തസാക്ഷിത്വത്തിന് ശേഷം അവർക്ക് ലഭിച്ച ഈ മഹോന്നതമായ സ്ഥാനമാനങ്ങൾ തങ്ങളുടെ സഹോദരങ്ങൾക്കും തങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കണമെന്നുള്ള അത്യധികമായ ആഗ്രഹം വെച്ച് പുലർത്തുന്നവരായിരിക്കും ഈ മാറ്റം. അപ്പോൾ ഈ ലോകത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ നിലയിൽ നമ്മുടെ ആളുകളെ അതിലേക്ക് എത്തിക്കണം.
നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളുമാണ്. അവരെ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടേതായ ഒരു സ്ട്രോങ് നിലപാട് ഉണ്ടായിരിക്കണം. ആ നിലപാടുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക സംഘമായി മാറും. ആ സംഘം എന്ന് പറയുന്നത് പരസ്പര സ്നേഹപൂരിതമായ ഒരവസ്ഥാവിശേഷമായിരിക്കും. അള്ളാഹിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന പ്രത്യേക വിഭാഗപ്പെട്ട ആളുകളായിരിക്കും അവർ. അതൊരു സംഘമാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ആ സംഘത്തിനെ കാണുമ്പോൾ തന്നെ ലോകം പറയും ഇവർ നന്മയുടെ ആളുകളാണെന്ന്, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന്, നിലപാടുകളിലൊന്നും ഒരു മാറ്റവും ഇല്ലാത്തവരാണെന്ന്, അവർ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് ആ നിലയിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ദിസ് ഈസ് ബിക്കോസ് ദ മാർട്ടിയേഴ്സ് നോ. കാരണം ഈ രക്തസാക്ഷികൾക്കറിയാം ക്വൈറ്റ് വെൽ ദാറ്റ് ഹാഡ് ദീസ് അതർ പീപ്പിൾ ബീൻ മെയ്ഡ് മാർട്ടിയേഴ്സ്. ഈ മറ്റാളുകളും ഇങ്ങനെ രക്തസാക്ഷികളായി തീർന്നെങ്കിൽ ദേ വുഡ് ഹാവ് ടേസ്റ്റഡ് പീസ്. അവരാഗ്രഹിക്കുന്നത് അവർക്കും സമാധാനം രുചിച്ചു നോക്കാമായിരുന്നു, അനുഭവിക്കാമായിരുന്നു. ആൻഡ് നോ മോർ ഷാൽ ദേ എവർ ഗ്രീവ്. അവർക്ക് പിന്നീട് ഒരു ദുഃഖവും വരികയില്ല, ഓർ ഫിയർ, ഒരു ഭയവും വരികയില്ല. അപ്പോൾ അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കൊരു ദുഃഖവും ഒരു ഭയവും ഇല്ല. എന്തവസ്ഥാവിശേഷത്തിലായാലും അവർ അള്ളാഹിൻ്റെ പിടിയിലാണ് എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തിലായിരിക്കും അവർ. മറ്റുള്ളവർ പലതും അതിനെക്കുറിച്ച് പറയും, പക്ഷേ അവർ ഒരിക്കലും ദുഃഖിക്കുകയോ ഭയപ്പെടുകയില്ല. ദാറ്റ് ദി എനിമീസ് റിബ് ദം ഓഫ് ദെയർ ഫെയ്ത്ത്. അവരുടെ വിശ്വാസത്തെ പിച്ച് ചീന്തി എറിയുന്നതിന് വേണ്ടി ശത്രുക്കൾ കഠിനമായ യത്നം നടത്തും. അവർ പല രീതിയിലും നമ്മുടെ അടുത്തേക്ക് എത്തും, നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടി. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതിരിക്കുന്നുണ്ട്. ആൻഡ് ഇസ്ലാമിക് കണ്ടീഷൻ ദാറ്റ് ഇസ് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് സബ്മിഷൻ ടു അള്ളാഹ്. അപ്പം ഈ അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ അള്ളാഹിന് വേണ്ടി കംപ്ലീറ്റ് സമർപ്പിക്കുമ്പോൾ മാത്രം ലഭ്യമാകുന്ന ഒരവസ്ഥയാണ്. ദേ വുഡ് ഹാവ് ഒബ്റ്റെയിൻ കംപ്ലീറ്റ് റിലീഫ്. അവർക്ക് തീർച്ചയായിട്ടും പരിപൂർണമായിട്ടുള്ള ആശ്വാസം ലഭിക്കുമായിരുന്നു. ദ മെനി ഹർഡിൽസ് ഓഫ് ലൈഫ്, ജീവിതത്തിലുള്ള അനേകം തടസ്സങ്ങളെ അവർക്ക് നീക്കം ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് പെർസിക്യൂഷൻസ്, അതുപോലെ അനേകം പീഡനങ്ങൾ ഈ കാര്യത്തിൽ ദേ ഫേസ്ഡ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ദെയർ എനിമീസ്. അവരുടെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന്, ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് യഥാർത്ഥമായ പാത എന്ന നിലയിൽ നമ്മൾ നിലകൊള്ളുകയാണെങ്കിൽ നമുക്ക് മാറ്റിയിടാം. നമ്മൾ രക്തസാക്ഷിത്വം വഹിച്ച ആളുകളുടെ പദവിയിലേക്കാണ് ഈ പീഡനങ്ങളും ഈ കഷ്ടപ്പാടുകളും ഈ തടസ്സങ്ങളും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അള്ളാഹു അലം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നമുക്ക് വീണ്ടും സംസാരിക്കാവുന്നതാണ്. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. എല്ലാവർക്കും വെള്ളിയാഴ്ച മുബാറക്ക് നേർന്നുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.